റാസി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വലിയ പണ്ഡിതന്മാർ നടത്തിയ ഒരു ചർച്ച ഇവിടെ സംഗതമാണെന്ന് എനിക്ക് തോന്നുന്നു. ഫീഹി റിജാലുൻ, അവിടെ കുറെ പുരുഷരുണ്ട്. ഹുസ്സൂ ബിദ്ദിക്രി, എന്തുകൊണ്ടാണ് പുരുഷരെ മാത്രം പറയുന്നത്? അന്നൽ മസ്ജിദ്, ജമാഅത്ത്, പള്ളിയിലുള്ള ജുമാ നിസ്കാരം ഇതൊന്നും സ്ത്രീകളുടെ നിർബന്ധ കർമ്മമല്ല, അത് പുരുഷരുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നിരവധി തഫ്സീറുകളിൽ ഈ ആയത്ത് വിശദീകരിച്ച് നമുക്ക് കാണാൻ പറ്റും. ഖുർആനിൽ പറയുന്നത് ഫീഹി റിജാലുൻ എന്നാണ്. അവിടെ പുരുഷരുണ്ട്, അവിടെ മനുഷ്യരുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഖുർആനിൽ ആണിനെയും പെണ്ണിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുരുഷരുണ്ട് എന്ന് തന്നെ പറയുന്നത് എന്തിനാ? ഹുസ്സൂ ബിദ്ദിക്ർ, എന്തുകൊണ്ട് അവരെ മാത്രം പറഞ്ഞു? പള്ളിയുടെ അവകാശികൾ അവരാകുന്നു. ഇത് ഞാൻ ഈ ആധുനിക കാലത്ത് പ്രത്യേകം പറയേണ്ടത് എന്തുകൊണ്ടാണ്? ചിലപ്പോൾ നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും, ഏതോ വിദേശ രാഷ്ട്രങ്ങളിലേക്ക് ഒറ്റക്ക് പോയി ഞങ്ങള് 4-5 ദിവസത്തെ ഗംഭീരമായ ടൂറൊക്കെ കഴിഞ്ഞു വന്നു എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കുറെ വനിതകളെ കുറിച്ച് അവരുടെ ഇഷ്ടം. പക്ഷേ പള്ളിയിലേക്ക് ജമാഅത്തിന് പോലും ജുമഅക്ക് പോലും പുറത്തിറങ്ങാതെ വീടിനകത്ത് വിശുദ്ധകളായിരിക്കാനാണ് മതം അടിസ്ഥാനപരമായി അവരോട് പറയുന്നത്. പിന്നെ നിർബന്ധമായ ചില കാര്യങ്ങളുണ്ടാവും, അതിന് പുറത്തിറങ്ങേണ്ടി വരും. ഹജ്ജ് ചെയ്യാൻ പുറത്തു പോകേണ്ടി വരും. ഈ ഹജ്ജ് ചെയ്യാനൊക്കെ പോകാന്നൊക്കെ പറഞ്ഞാൽ നിർബന്ധമായ ഹജ്ജ് ചെയ്യാനാണ് ഒരു സംഘം സ്ത്രീകൾ ഒന്നിച്ചു പോകൽ പറ്റുന്നത്. രണ്ടാമത്തെ ഹജ്ജ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഉംറ, നിർബന്ധമല്ലാത്ത അത്തരം കർമ്മങ്ങൾ അതൊരു സംഘം സ്ത്രീകളോടൊപ്പം പോകാന്ന് പറഞ്ഞാൽ അതുപോലും മതം അനുവദിക്കാത്തതാണ്. നേരെ വെച്ച് മഹറമായ ആള് കൂടെ വേണം അത്തരം കർമ്മങ്ങളിൽ. ഒന്നുകിൽ ഭർത്താവ് വേണം, മകൻ വേണം, പിതാവ് വേണം. മഹറമുണ്ടെങ്കിലാണ് നിർബന്ധമല്ലാത്ത ഹജ്ജ് ഉംറ കർമ്മങ്ങൾ സ്ത്രീകൾക്ക് പറ്റുള്ളൂ. ഇടക്കിടക്കിടക്ക് ഉംറക്ക് പോവുക, അതൊരു ആഘോഷമാക്കുക, അതൊരു ടൂർ പരിപാടിയാക്കുക. പോകുന്നിടത്തുനിന്നൊക്കെ റീൽസ് നിർമ്മിക്കുക. കഅബയെ ആദ്യമായിട്ട് കാണുമ്പോൾ പ്രാർത്ഥനയ്ക്ക് പകരം ഞങ്ങൾ ആദ്യമായിട്ട് കഅബ കാണുന്നു എന്നും പറഞ്ഞിട്ട് റീൽ ഉണ്ടാക്കുക. ഇതാണ് ഞങ്ങളുടെ വിമാനം എന്ന് പറയാം, ഇതാണ് ഞങ്ങളുടെ വിമാനത്തിന്റെ ഡോറ് എന്ന് പറയാം, ഇതേ ഇരിക്കണം ഞങ്ങളുടെ അമീർ ഉസ്താദ് ഫുൾ ആക്റ്റീവാന്ന് പറഞ്ഞിട്ട് ആളെ ചിത്രീകരിക്കുക. ഇതിനൊക്കെ വേണ്ടി ഉംറക്ക് പോവുക. നമ്മളെന്താ ചെയ്യേണ്ടത്? പരിശുദ്ധ ദീൻ ഉദ്ദേശിച്ച് ആഖിറം ഉദ്ദേശിച്ചാണെങ്കിൽ മതം പറഞ്ഞത് സ്വീകരിക്കുക എന്നതാണ് ആണിനും പെണ്ണിനും ബാധ്യത. ആണിന് കുറെ വിലക്കുകളുണ്ട്. സ്വർണം കെട്ടി നടക്കാൻ പറ്റും. എന്തിനധികം ഈ ഒരു മോതിരമല്ലാതെ ഒരു വെള്ളിയുടെ എന്തെങ്കിലും ഒരു വസ്തു ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇല്ല. പട്ടെടുക്കാൻ പറ്റുമോ? ഇല്ല. മൈലാഞ്ചി ഇടാൻ പറ്റുമോ? പറ്റൂല. ആണിന് കുറെ വിലക്കുകളുണ്ട്. അപ്രകാരം സ്ത്രീകൾക്കും അവരുടെ സുരക്ഷയ്ക്കും അവരുടെ ദീനീപരമായ ഉദ്ഗ്രഥനത്തിനു വേണ്ടി ചില വിലക്കുകൾ മതം പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബ് 33-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം, വഖർന ഫീ ബുയൂത്തികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊല. വീടിനകത്ത് അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങാതെ വീടിനകത്ത് സുരക്ഷിതമായിരിക്കലാണ് സ്ത്രീ ചെയ്യേണ്ടത്. ഇതാണ് മതം.